ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണേട്ടനാകെ വിഷമിച്ചിരിക്കാം അങ്ങനെ ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ. അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. വിഷമിക്കണ്ട, അപ്പം ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എവിടെ പോയി നോക്കാനാ, അഹങ്കാരം കൊണ്ട് തന്നെ ഇറങ്ങിപ്പോയതല്ലേ, വന്നോളൂ എന്ന് അനിയത്തി പറഞ്ഞു. അപ്പോഴേക്കും അവനെ അങ്ങനെയൊന്നും കുറ്റം പറയരുതെന്ന് പറഞ്ഞ് ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. കുറ്റം പറയരുതെന്ന്, അവൻ ചെയ്യുന്നതൊക്കെ നല്ലതാണല്ലോ, എല്ലാത്തിനെയും ചേച്ചിയെ വളം വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അനിയത്തി ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ കാശുകാരുടെ പിള്ളേരാണ് ആ കോളേജിൽ പഠിക്കുന്നത് മുഴുവനും. അപ്പോൾ പിന്നെ അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ. എല്ലാവരും സ്വന്തം കാറിലൊക്കെ അല്ലേ വരുന്നത്, അവനും കാണില്ലേ ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് ചേച്ചി അങ്ങ് നിന്നും. ഒടുവിലെ അനുഭവം വരുമ്പോൾ പഠിച്ചോളൂ എന്നും പറഞ്ഞ് അനിയത്തി ഇങ്ങനെ പറയുമ്പോഴേക്കും എന്തേ ആങ്ങളെ പോയതുപോലെ തന്നെ കയറി വന്നു. അപ്പോൾ ലക്ഷ്മി അവന് ചോറ് കൊടുക്കാൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി മോനകത്തേക്ക് കയറിപ്പോയി. മോനെ നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ എന്ന് അമ്മ പറഞ്ഞപ്പം വേണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവുക. അപ്പോൾ അനിയൻ ഇങ്ങനെയൊക്കെ പോകുന്നത് കണ്ട് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ അവർ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് മകനകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പിന്നാലെ ചെല്ലുവാണ്. ചേച്ചി പിന്നാലെ ചെന്ന് നിനക്ക് സന്തോഷം കിട്ടുന്ന ഒരു സമ്മാനം ചേച്ചി വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി മൊബൈലില്ല എന്നും പറഞ്ഞ് എൻ്റെ മോന് വിഷമം വേണ്ടാന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കൊടുക്കുക, മോൻ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അനിയൻ അത് മേടിച്ച് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അതേ മൊബൈൽ അച്ഛൻ പുറത്തു നിന്ന് ഇതൊക്കെ കാണുക കേട്ടോ. അങ്ങനെ അച്ഛൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇവർക്ക് അരികിലേക്ക് വന്നു. അമ്മ ഇങ്ങനെ വന്ന് ഇവിടെ വന്നിരുന്ന ഇവളുടെ വള പണയം വെച്ചിട്ടാണ് ഇത് വാങ്ങിയത് എന്നുള്ള കാര്യം അമ്മ വന്ന് അനിയനോട് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി ഒന്ന് ചിരിച്ചു. കാശ് കിട്ടുമ്പോൾ തിരികെ എടുക്കാമല്ലോ അമ്മേ, അതിനേക്കാളും അത്യാവശ്യമല്ലേ അമ്മേ മൊബൈല് എന്ന് ചേച്ചി കുട്ടി അനിയന് വേണ്ടി അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചു. അപ്പോഴേക്കും അനിയത്തി അങ്ങോട്ടേക്ക് വന്നു. അനിയത്തി ഇങ്ങനെ വന്ന് ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ ലാപ്ടോപ്പ് അത് നമുക്ക് വാങ്ങാടാ, ഇൻസ്റ്റാൾമെൻറ്റിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്, അതിനുള്ള വഴിയൊക്കെ ചേച്ചി നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയനെ സമാധാനിപ്പിക്കുമ്പം നിങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്, ജാമ്പോൻ്റെ കാലത്തെ മോഡൽ ഇത് തന്നതിനെ പറ്റിക്കാവുന്ന ആരും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞ് അതെടുത്ത് ഒരു ഏറും കൂടെ വെച്ച് കൊടുത്തു ആങ്ങള. മേടിക്കാൻ പോകുന്നതിന് മുൻപ് എന്നെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ ആങ്ങള ചോദിക്കുവാണേ. അതിന് എല്ലാം അറിയാമെന്നുള്ള ഒരു അഹങ്കാരമല്ലേ എന്നൊക്കെ ചോദിച്ച് ചേച്ചിയെ ആങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ചേച്ചിയാനെ വെച്ചോ, എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോൾ ശരത്തെ എടാ ഇതിന് 10,000 രൂപയായിടാ എന്ന് പറഞ്ഞു. അപ്പോൾ കാശല്ല ബ്രാൻഡാണ് പ്രധാനം എന്നും പറഞ്ഞുകൊണ്ട് ആങ്ങള ചേച്ചിയോട് പറയുന്നു. ഇതും കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ചെന്നാലേ അവരെന്നെ പരിഹസിക്കത്തേ ഉള്ളൂ. എടാ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പൂക്കടയിലേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രോക്കർ പണിക്ക് ഉപയോഗിക്കാം, എന്തായാലും എൻജിനീയറിങ്ങിന് ഇത് പറ്റില്ല എന്നും പറഞ്ഞ് ശരത്ത് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ സന്തോഷമായല്ലോ, അവൻ നിലത്തൊന്നുമല്ല, ഇതിങ്ങനെ വിട്ടാലേ അവസാനം ദുഃഖിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയായിരിക്കും എന്ന് അനിയത്തി ചേച്ചിയോടും അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇത് തിരിച്ചു കൊടുത്താൽ കാശ് കിട്ടുമോ എന്ന് ചോദിച്ചു അച്ഛൻ വന്ന്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല അച്ഛാ, വേണമെങ്കിൽ അച്ഛൻ എടുത്തോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ പൂക്കടക്കാരന് എന്തിനാ മോളെ ഈ ഫോണ്, ഈ കയ്യിലിരിക്കുന്ന ഫോൺ തന്നെ ധാരാളമാണെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അച്ഛൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മയും 2 മക്കളും കൂടി അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. പുറത്തിറങ്ങി ചെന്ന് കൃഷ്ണേട്ടനും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ പുറത്തിറങ്ങി വന്നിട്ട് മോള് അച്ഛനോട് പറയുവാണ്, അച്ഛാ അവനോട് അച്ഛന് ദേഷ്യമൊന്നും തോന്നരുതെന്നും പറഞ്ഞു. അപ്പോൾ ഒന്നാലോചിച്ചാലേ അവൻ പറയുന്നത് ശരിയല്ലേ മോളെ, എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല, 3 മക്കളുണ്ടായി എന്ന് ഒഴിച്ചാൽ വേറെ എന്താ ഞാൻ ഈ ജീവിതം കൊണ്ട് നേടിയത് എന്ന് അച്ഛൻ ചോദിക്കുവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും ആകെ വിഷമവും സങ്കടവും ഒക്കെ ആയിട്ട് അവരിങ്ങനെ നിൽക്കുന്നേ. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ കഴിവുകേട് കൊണ്ട് തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛാ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ മറ്റാരെയും നമ്മളൊന്നിനും കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ അത് കേട്ട് കരയുന്നു. ലക്ഷ്മിക്ക് സങ്കടം വന്നു. ലക്ഷ്മി അവിടെ നിന്ന് കരയുമ്പോൾ മകള് ചെന്ന് അമ്മയെ സമാധാനിപ്പിക്കുക, എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞു. അമ്മ ഇങ്ങനെ കരയരുതെന്നും പറഞ്ഞു. അങ്ങനെ ഇവരുടെ സംസാരവും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ കഴിയുന്നു. എല്ലാം ശരിയാകും അമ്മേ, അമ്മ സങ്കടപ്പെടാതെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരാ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞു അമ്മയെ സമാധാനിപ്പിച്ച് മകൾ അമ്മയ്ക്ക് വേണ്ടുന്ന ധൈര്യമൊക്കെ പകർന്നു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ മോളെ കെട്ടിപ്പിടിച്ചിങ്ങനെ സമാധാനിക്കുക. അപ്പോൾ ഈ മകളുടെ ഈ ഒരു സംസാര രീതികളും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കൃഷ്ണേട്ടനും ഭയങ്കര ഒരു എന്താ പറയുന്നത്, മനസ്സിനൊരു ഭയങ്കര സമാധാനം. അതേ സമയത്ത് അതുപോലെ തന്നെയാണ് നമ്മുടെ അനിയത്തി കുട്ടിക്കും സമാധാനമായി. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സച്ചി വീട്ടിലേക്ക് എത്തി. സച്ചിയാണെങ്കിൽ കുടിച്ച് കാലെ നിൽക്കാൻ മേലാതെയാണ് വരുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോഴേക്കും അമ്മ വന്ന് വാതിൽ തുറന്നു. അമ്മ മോഹനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇതെന്താടാ ഇതെന്ന്. അപ്പോൾ എൻ്റെ ജോലി പോയി, അതിൻ്റെ പാർട്ടി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി. അങ്ങനെ നമ്മുടെ സച്ചി കരഞ്ഞ് കാറി അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയാടാ നിൻ്റെ ജോലി പോയെന്ന് ചോദിച്ചു.
ഓ ഞാൻ കുടിക്കുന്നതല്ല അല്ലേ അമ്മയ്ക്ക് പ്രശ്നം? നാട്ടുകാർ ഇതൊക്കെ കണ്ട് എന്തു പറയുന്നു കൂടെ അമ്മ പറഞ്ഞു. നാട്ടുകാർ പറയുന്ന അമ്മയ്ക്ക് പ്രശ്നമല്ലേ? അവരോട് പോകാൻ പറ, അവരാണ് അമ്മയ്ക്ക് ചെലവിന് തരുന്നത്. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച ഈ കുടുംബം പോറ്റുന്നത്, അല്ലാതെ നാട്ടുകാർക്ക് പറയാൻ എന്താ അവകാശം എന്ന് സച്ചി ചോദിച്ചപ്പോഴേക്കും അച്ഛൻ അങ്ങ് ഇറങ്ങി വന്നു. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഗ്രേറ്റ്, രവീന്ദ്രൻ സാർ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സങ്കടമാണ് ശരിക്കും. മകൻ ഇങ്ങനെ കുടിച്ചു വന്നിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ, അയ്യോ അച്ഛൻ ഇതുവരെ കിടന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ വല്ലതും കഴിച്ചോ എന്ന് അച്ഛൻ ചോദിച്ചു. അത് ചോദ്യം, അതിൽ സ്നേഹമുണ്ടെന്നും അല്ലാതെ നാട്ടുകാരെ പേടിച്ച് മക്കളെ വിചാരണ ചെയ്യാൻ നിൽക്കുക. ഈ എന്താണ് നീ നിർത്തിക്കളഞ്ഞത്? ബാക്കിയും കൂടെ പറയാൻ അമ്മ പറയുമ്പം അയ്യോ ഞാനൊരു വഴക്കിനില്ലേ, വഴക്കിട്ടാലേ അത് മൂന്നാർ മഹായുദ്ധമായി നാറും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചറായിട്ട് അമ്മയ്ക്ക് ജോലി കിട്ടിയ കാര്യം മകനോട് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മകൻ സന്തോഷമായിട്ട് നിൽക്കുന്നു. ദേ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ്, അതായത് കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. പ്രഗ്നൻ്റായി ചാർജ് എടുത്ത പിറ്റേ ദിവസം പ്രഗ്നൻസി അത് വന്നെന്നും എൻ്റെ വയറ്റിൽ 3 മാസം പ്രായമായ നീ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ജീവിതത്തിൽ തൻ്റെ ജോലി തനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നതുമായ കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ഇന്ന് വരെ മകന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം ഹോമിച്ചൊരമ്മയായിട്ടാണ് അമ്മ പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്രാഫ്റ്റ് ടീച്ചർ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈപ്പറ്റാൻ ചെന്നപ്പം അവരെടുത്ത് തന്നത് ഒരു ക്ഷമാപണ കത്ത് അല്ലേ? കാരണം ഞാൻ അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് മകൻ അത് തിരുത്തി അമ്മയോട് പറയാം. കുരുത്തക്കേട് കാണിച്ചതിന് അന്നാ പോലീസ് എന്നെ ജുവനൈൽ കോടതിയിലെ ഹാജരാക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. അന്നാ കോടതി എന്നെ ജുവനൈൽ ഹോമിലിട്ട് ശിക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞോരോന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ സച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെ പറ്റിയൊക്കെ ഇവരവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു. അന്ന് സംഭവിച്ച കാര്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ മകനെ അമ്മ കുറ്റപ്പെടുത്തുന്നതിന് അമ്മ ചെയ്ത കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചു എന്നും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയണം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ അച്ഛാ അബോട്ട് ചെയ്യാൻ അന്ന് അമ്മ സമ്മതിക്കാതിരുന്നത് എന്ന് ചോദിക്കുവാണ്. എന്തിനാ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അന്നേ അവസാനിപ്പിക്കായിരുന്നില്ലേ എന്നെ എന്നും ചോദിച്ചുകൊണ്ട് മകൻ അച്ഛനോട് ചോദിക്കുന്നു. അമ്മ അതൊക്കെ കേട്ട് പല്ലു കടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അടുത്തയാൾ രംഗപ്രവേശനം നടത്തി. അങ്ങനെ ഇറങ്ങി വന്ന മൂത്ത മോനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതത്തിലേക്ക് ഈ ഏട്ടനും ഇളയ മകനും മതിയായിരുന്നു, നടുവിൽ അപശകുനമായി ഞാൻ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി പറഞ്ഞപ്പോൾ അതെ അങ്ങനെ തന്നെയാ, എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് അമ്മ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്ക് സങ്കടം വന്നിട്ടും സുധിയും ശ്രീകാന്തും മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ എനിക്ക് തല ഉയർത്തി പിടിച്ചു നിൽക്കാനുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ടെന്നും നീ അങ്ങനെയല്ലെന്നും പറഞ്ഞുകൊണ്ട് ദേ അമ്മ കുറ്റപ്പെടുത്തുന്നു. കുടുംബത്തിൻ്റെ ശാപമാണ് നീ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രേ ദേ മതി കുറ്റം പറഞ്ഞത്. നീ എന്തൊക്കെയാ പറയുന്നേ? ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ലല്ലോ. എന്നും രാത്രി ഒരേ വഴക്ക്. എന്നാ ഇത്? ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പം അതിന് ഇവൻ കുടി നിർത്തണം, അതിന് ഞാൻ മരിക്കണം എന്ന് മകൻ. ആ കേട്ടല്ലോ, ഇതാ കയ്യിലിരിപ്പ്, പിന്നെ എങ്ങനെ ഞാൻ വഴക്ക് പറയാതിരിക്കും എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിച്ചപ്പോൾ മകൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് എങ്ങനെ നിൽക്കും അമ്മയെ. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ ആരെങ്കിലും കരുതും ഞാൻ ഇവൻ്റെ രണ്ടാനമ്മയാണെന്ന്, ഇല്ലേന്ന് ചോദിച്ചു. അത്തരത്തിലല്ലേ ഇവിടെ നടക്കുന്നത്? സത്യം എന്താണെന്ന് നമുക്കല്ലേ അറിയൂ എന്നൊക്കെ അമ്മ പറയുമ്പോഴും മകൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അമ്മേ മതിയെന്ന് മൂത്ത മകൻ അന്നേരം വന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ആരും വക്കാലത്ത് പിടിക്കണ്ടെന്ന് സച്ചി നീ വന്ന് കഴിക്കാൻ പറഞ്ഞു, നീ വരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് സച്ചിയെ കൊണ്ട് ഇവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിപ്പിക്കുക. അങ്ങനെ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സച്ചി കുടിച്ച് വെളിവില്ലാതെ പലതും ഇങ്ങനെ ഇരുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ വീണ്ടും വീണ്ടും സങ്കടങ്ങളും പരാതികളും പറയുമ്പോൾ അതൊന്നും സാരമില്ലമ്മേ, ഇവൻ്റെ നാവിൽ നിന്ന് 4 ചീത്ത കേട്ടില്ലെങ്കിൽ അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്നുള്ള അവസ്ഥയാണെന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പോൾ നീ കേട്ടാൽ മതി, എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, ഇത് എൻ്റെ വീടാണെന്ന് അമ്മ. ആ ഭാര്യ വീട്ടിൽ താമസിക്കുമ്പോൾ ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും അച്ഛാ എന്ന് പറഞ്ഞു സച്ചി അച്ഛനോട്. എന്താടാ സംശയം? എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്നെയാണ് ഇത്രയും വലിയ മണിമാളിക പോലുള്ള ഒരു വീടുണ്ടാക്കി തന്നതെന്ന് അമ്മ. അല്ലാതെ ഒരു KSRTC ഡ്രൈവർക്ക് സ്വപ്നം കാണാൻ പറ്റുമോ ഇങ്ങനെയൊരു വീടും സൗകര്യങ്ങളും എന്ന് അമ്മ ചോദിച്ചപ്പോൾ മണിമാളിക. ചന്ദ്രേ ദേ നിന്റെ അച്ഛൻ ഇതുണ്ടാക്കി തരുമ്പോൾ ഇത് ഇത്രയും വലിയൊരു മണിമാളിക ആയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെയും കൂടി അധ്വാനം ചേർന്നപ്പോഴാണ് ഈ കണ്ട മണിമാളിക ആയതെന്നും അച്ഛൻ പറഞ്ഞു. അത് നീ മറന്നു പോകരുതെന്നും. അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് മിണ്ടാനില്ല. അപ്പോഴേക്കും മതി 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 മതി, ഇന്നത്തെ ദിനചര്യ പൂർത്തിയായി, ഇനിയിപ്പോൾ കൂടുതലൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനത്തെ സച്ചിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് ചേട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് വേണ്ടാന്ന് പറഞ്ഞു സച്ചി. അവനവൻ്റെ ജോലി ചെയ്താൽ മതിയെന്ന് അച്ഛൻ. അപ്പോൾ
ഇരിക്കുക എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി കഴിപ്പിക്കുക. അപ്പോൾ ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഫോൺ റിങ് ചെയ്തു. അപ്പോൾ ഫോൺ റിങ് ചെയ്തപ്പോൾ ശ്രീകാന്ത വിളിക്കുന്നതെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് അമ്മ കോൾ എടുക്കുക. അപ്പോൾ ഫോൺ വീഡിയോ കോളിലാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അമ്മ ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ സുധിയും എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്താണ് മകൻ വിളിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും ഞാനൊരു പുതിയ ഡിഷ് ഉണ്ടാക്കി തരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞും അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് ശരിക്കും നിങ്ങളെല്ലാം മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ശ്രീകാന്ത് പറഞ്ഞു. ആകെയുള്ളൊരു ആശ്വാസം ഇങ്ങനെ കിട്ടുന്ന നിമിഷങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പഠിത്തം നിർത്തിയിട്ട് ഇങ്ങോട്ട് വേടാ, അപ്പോൾ ഒന്നും മിസ്സാകില്ല എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. മോനെ ഇവൻ്റെ വിവരക്കേട് കേട്ട് ഓരോന്ന് ചെയ്തു വെക്കരുത് കേട്ടോടാ എന്ന അമ്മ ശ്രീകാന്തിനോട് പറയുക. സ്വയമോ നശിച്ചു, മറ്റുള്ളവരെ കൂടി കുഴിയിലിറക്കാനാ ഇവനിപ്പം നോക്കുന്നത്. നീ പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ടേ അവിടെ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറയുമ്പം ശരി അമ്മേ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് മകൻ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛാ ആരോഗ്യം നോക്കണമെന്ന് ശ്രീകാന്ത് പറയണു. അമ്മേ ഗുഡ് നൈറ്റ് മോനെ, അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു. അപ്പം ഞാൻ വളർത്തിയ എൻ്റെ മക്കൾ രണ്ടുപേരും നല്ല രീതിയിൽ വളർന്നു വന്നുവെന്നും പിന്നെ അമ്മയുടെ ഞാൻ മാത്രം മോശക്കാരനായി പോയുള്ളൂ, അതിന് കാരണം എൻ്റെ അച്ചമ്മയാണെന്ന് പറഞ്ഞു. അയ്യോ എന്ത് വേണമെങ്കിലും നീ വിചാരിച്ചോ, എനിക്കതിൽ യാതൊരു കുറ്റവും ഇല്ല. പൊട്ടക്കിണറ്റിലൊരു തവള എന്നും കരുതുന്നത് ആ കിണറാണ് ലോകം എന്നുള്ളതാ. ഞാൻ തർക്കിക്കാൻ വരുന്നില്ലേ എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഒന്ന് നിർത്തി ചന്ദ്രു, അവനെന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം. കഴിച്ചോട്ടെ അതിന് പിന്നെ ഒരു കുറവും വരുത്തണ്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയണം. അതൊക്കെ കേട്ട് കഴിക്കാൻ സച്ചിക്ക് കഴിഞ്ഞില്ല. സച്ചി അത് മതിയാക്കി എഴുന്നേറ്റ് പോകുമ്പം സച്ചി നീ കഴിക്കാൻ പറഞ്ഞു. വേണ്ട അച്ഛാ എനിക്ക് വയറ് നിറഞ്ഞെന്നും പറഞ്ഞു പോകുമ്പോൾ മോനെ സച്ചി എടാന്ന് പറഞ്ഞ അച്ഛൻ പിന്നാലെ ചെല്ലുക. ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ? അമ്മ പറഞ്ഞ് ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ച് മകനെ പട്ടിണി കിട്ടുമെന്ന് തന്നെ പറയാം. അങ്ങനെ സച്ചി പുറത്തിറങ്ങി വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്കും അച്ഛൻ മകനെ സമാധാനിപ്പിക്കാനായിട്ടങ്ങ് ചെന്നു. അമ്മ പറയുന്നത് ഏറ്റുപിടിക്കാൻ നീ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. കള്ളു കുടിച്ചു വരുന്ന മക്കളെ കണ്ടാൽ ഏതൊരു അമ്മയുടെയും മനസ്സ് തകരും, അവർ ശാസിക്കും, ശിക്ഷിക്കും, തിരുത്താനും ശ്രമിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചി ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് അച്ഛൻ അറിയാലോ എന്ന് സച്ചി ചോദിച്ചു. ഉറങ്ങണമെങ്കിൽ ബോധം പോണം, അതിനാ ഞാൻ കുടിക്കുന്ന അച്ഛാ, അതച്ഛൻ അറിയില്ലേന്ന് ചോദിച്ചു. സാരമില്ല അതൊക്കെ പോട്ടെ, എല്ലാം ശരിയാകൂടാന്ന് പറയുമ്പോൾ എവിടെ ശരിയാകാൻ, സച്ചിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് തീരണം, അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയൊന്നും നീ പറയരുതെന്നും ഈ അച്ഛൻ അറിയാം നിൻ്റെ മനസ്സൊന്നും അച്ഛൻ മകനോട് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നിന്നെപ്പോലെ നന്മയുള്ള ഒരാളെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ അച്ഛൻ സച്ചിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അച്ഛനും മോനും കൂടെ സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധി പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുക. നീ ഇങ്ങനെ നടക്കാതെ ആ ഒരു ഇതിലേക്കൊക്കെ തിരിയാൻ പാടില്ലെന്ന് ചോദിച്ചപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല അച്ഛാ, എനിക്ക് മാന്യമായി കിട്ടുന്ന ഏത് ജോലിയും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. കാശിന് ആവശ്യം വരുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നോളാമെന്ന് അച്ഛനോട് പറയാം. അച്ഛൻ വന്ന് കിടക്ക് ബാ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ സച്ചി എടാ മോനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇന്ന് എത്ര പെഗ് കഴിച്ചു? അത് പിന്നെ അറിയില്ല അച്ഛാ, അപ്പം ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. നീ ഇങ്ങനെ കുടിയൊക്കെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കുറേ ഉപദേശിക്കുക. അപ്പോഴേക്കും ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു മകൻ. അങ്ങനെ അച്ഛനും മോനും കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ അച്ഛനകത്തേക്ക് കയറിപ്പോയി, അമ്മയ്ക്ക് ദേഷ്യം വരുമെന്നും പറഞ്ഞു. അത് കണ്ട് മകൻ ഇങ്ങനെ കരഞ്ഞും സന്തോഷവും ഒക്കെ ഇങ്ങനെ അഭിനയിച്ച് അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.